എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരാഴ്ചക്കുള്ള വെയിറ്റ് ലോസിൻ്റെ ഫുഡിനെ കുറിച്ചാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിന് മുന്നേത്തെ എല്ലാ വീഡിയോകളിലും ഞാൻ പറയുന്നുണ്ട് എൻ്റെ വെയിറ്റ് ലോസിന് ഞാൻ ഫുഡ് എന്തായിരുന്നു കഴിച്ചിട്ടുണ്ടായത്, ഏത് കൊണ്ടുള്ള ഐറ്റംസാണ് കഴിച്ചിട്ടുണ്ടായത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ വെയിറ്റ് ലോസിൻ്റെ എക്സസൈസ് വീഡിയോ കാര്യങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഏതാണെന്നുള്ളത് എല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും പല ആൾക്കാരും കമൻറ്റ് ചെയ്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, എങ്ങനത്തെ ഫുഡാണ് കഴിച്ചത്, പിന്നെ ഈസി ആയിട്ടുള്ള ടിപ്സ് എന്താണെന്നുള്ള പറഞ്ഞുതരും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ വെയിറ്റ് ലോസ് സംബന്ധിച്ച് ഞാൻ എന്തൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലും ആ വീഡിയോനകത്തെല്ലാം പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ ഒരു ആഴ്ചയുള്ള വെയിറ്റ് ലോസ് ഫുഡ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ അങ്ങനെ വെയിറ്റ് ലോസും കാര്യങ്ങളൊന്നും വലുതായിട്ട് ചെയ്യുന്നില്ല, കാരണം ഇപ്പം എൻ്റെ ബോഡി കുറച്ചും കൂടെ ഫിറ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു വെയിറ്റ് കൊണ്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 68 കിലോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ 85 കിലോ എന്നതിൽ 16 കിലോ കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എപ്പോഴും എൻ്റെ ഒരു വെയിറ്റ് 68, 70 ആ ഒരു റേഞ്ചിൽ തന്നെയായിരുന്നു. ഒരിക്കലും അതിനേക്കാളും കൂടിയിട്ടൊന്നുമില്ല. കാരണം ഇപ്പോഴും ഞാൻ ഫുഡ് കൺട്രോൾഡ് ആണ്, പക്ഷെ എന്ന് വെച്ചാൽ കൂടുതൽ ഡയറ്റും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് മാത്രം കേട്ടോ. അങ്ങനെയാണ് ഇപ്പോഴും ആ ഒരു കൺട്രോൾഡ് തന്നെ ആ ഒരു ഫുഡും വെയിറ്റും കാര്യങ്ങളൊക്കെ ബാലൻസ് ആയിട്ട് നിൽക്കുന്നതും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് നന്നായിട്ട് എക്സസൈസ് ചെയ്തിട്ടും അതേപോലെ തന്നെ വെയിറ്റ് ഒന്ന് ഡയറ്റ് ചെയ്തിട്ടും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് വെയിറ്റ് കുറക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും വെയിറ്റ് കൂടില്ല, അതിന് പകരം എപ്പോഴും ബാലൻസ് ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത് 64 കിലോ ആണ്. പക്ഷെ ഞാൻ ഇപ്പോൾ ഉള്ളത് 68 ആണ്. ഞാൻ ഒന്നും കൂടി ഡയറ്റ് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വെയിറ്റ് ഒന്നും കൂടെ കുറയുന്നതാണ്. പക്ഷെ ഞാനിപ്പോൾ കുഴപ്പമില്ല, എനിക്ക് ഒരു വെയിറ്റ് കൊണ്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അതിന് ട്രൈ ചെയ്യുന്നില്ല. അത് മാത്രമല്ല എനിക്ക് സമയം എന്നുള്ള വളരെ പരിമിതമാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഈ ഒരു വെയിറ്റ് ലോസ് ഫുഡിന്റെ ഡയറ്റും അതേപോലെ തന്നെ എക്സസൈസും ഒന്ന് ട്രൈ ചെയ്താൽ മതി. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. വെയിറ്റ് കുറക്കുന്ന സമയത്തും അതേപോലെ തന്നെ ഞാൻ എൻ്റെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തത് കണ്ടിന്യൂസ് ആയിട്ട് വെയിറ്റ് ലോസ് ഡയറ്റ് എക്സസൈസ് ഒരുമിച്ചല്ലായിരുന്നു ചെയ്തിട്ടുണ്ടായത്. ആദ്യത്തെ ഒരു മാസം മാത്രം ഞാൻ എക്സസൈസ് ചെയ്തു, അപ്പം ഞാൻ ഡയറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒരു മാസത്തെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എക്സസൈസ് നിർത്തി, പിന്നെ ഞാൻ ഡയറ്റ് ചെയ്തു തുടങ്ങി. അങ്ങനെയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ പലർക്കും ഇപ്പോൾ ഫീഡ് ചെയ്യുന്ന അമ്മമാരും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര ഡൗട്ടായിരിക്കും, കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നതല്ലേ, അല്ലെങ്കിൽ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അത് ബുദ്ധിമുട്ടാവില്ലേന്ന്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒരു 7 മാസമൊക്കെ ആകുമ്പോഴാണ്, മോൾക്ക് ഒരു 7 മാസമൊക്കെ ആകുമ്പോഴാണ് ഞാൻ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഒരു മാസം എക്സസൈസ് ചെയ്തു, പിന്നെ ഒരു 8-9 മാസം ആകുമ്പോഴാണ് ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം എക്സസൈസും ഡയറ്റും ഒന്നിച്ച് കൊണ്ടുപോയി എന്നുണ്ടെങ്കിൽ എനിക്കൊരു 3 മാസത്തിന് മുന്നേ ആയിട്ട് നന്നായിട്ട് വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷെ ഞാൻ എക്സസൈസും ഡയറ്റ് രണ്ടും ഒന്നിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല എക്സസൈസ് മാത്രം ചെയ്ത് ഡയറ്റ് ഫുഡ് ചെറുതായിട്ട് കൺട്രോൾഡ് മാത്രം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. എങ്ങനെയായാലും നമ്മൾ വെയിറ്റ് കുറയാൻ വിചാരിച്ചാൽ എന്തായാലും വെയിറ്റ് കുറയുന്നു. അപ്പോൾ എക്സസൈസ് ഭയങ്കര അതിൽ വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയ ഒരു മുഖ്യ ഘടകമായിട്ട് പറയാട്ടോ. അപ്പോൾ വെയിറ്റ് കുറക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്ത് നോക്കുക. ഇപ്പം നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ വേണ്ടി ടൈം കിട്ടുന്നില്ല, അല്ലെങ്കിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറ്റ് കൺട്രോൾ ചെയ്ത് പോവുക. അല്ല നിങ്ങൾക്ക് ഡയറ്റ് എക്സസൈസ് രണ്ടും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ഫോളോ ചെയ്ത് പോകണം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വെയിറ്റ് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തൊക്കെ ഫുഡാണ് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് സമയത്ത് കഴിച്ചെന്നുള്ള കാര്യമാണ് ഞാൻ ഇതിൽ പറയുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കംപ്ലീറ്റ് ഫോളോ ചെയ്ത ഒരു ഡയറ്റിംഗ് രീതിയാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലിപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, നമുക്ക് ഇനി വേറെ തന്നെ രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണോ, അല്ലെങ്കിൽ നമുക്കായിട്ട് തന്നെ ഒരു സമയം നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നാം. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നില്ല. നമ്മളെ എന്താണ് നോർമൽ ഒരു വീട്ടിൽ സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണ്, ഭക്ഷണം ഉണ്ടാക്കുന്നത്, അതനുസരിച്ച് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ അളവ് മാത്രം കുറച്ചുകൊണ്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പം എന്തൊക്കെയാണ് ഞാൻ വെയിറ്റ് ലോസ് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്തെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകും. ഞാനിവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഒരാഴ്ചയുള്ള എൻ്റെ വെയിറ്റ് ലോസ് ഫുഡാണ് കേട്ടോ. അപ്പോൾ മൺഡേ രാവിലെ എന്ന് പറഞ്ഞത് വീറ്റ് ബ്രെഡും അതേപോലെ തന്നെ മുട്ടയായിരുന്നു. 2 ബ്രെഡും 1 മുട്ടയാണ് ഞാൻ ഇതുപോലെ എടുക്കാറ്. ബ്രെഡ് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കാറുണ്ട്. നടുവിൽ ഇതുപോലെ മുട്ട ഓംലേറ്റ് ആക്കിയിട്ട് വെച്ചിട്ടാണ് കഴിക്കാറ്. അത് 2 ആൾക്കുള്ള ഫുഡാണ് കേട്ടോ. ഞാൻ ആകെ ഒരു സെറ്റ് മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ അതാണ് രാവിലത്തെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത്. അപ്പോൾ വൈറ്റ് ബ്രെഡ് ഞാൻ എടുക്കാറേ ഇല്ല, ഈ ഒരു ബ്രെഡാണ് ഞാൻ കൂടുതൽ എടുക്കുന്നത് കേട്ടോ. പിന്നെ ഉച്ചക്ക് എന്ന് പറഞ്ഞത് 2 ചപ്പാത്തി അതേപോലെ തന്നെ ചേന ഉപ്പേരി ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ സാമ്പാറും മീൻ ഫ്രൈ ആയിരുന്നു കേട്ടോ. അപ്പോൾ 2 ചപ്പാത്തിന് പകരം നിങ്ങൾക്ക് അതിലും അളവ് കുറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെയും കുറക്കാം. അതിനിടയിൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അളവ് നന്നായിട്ട് കുറക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ രാത്രി ഇതേപോലെ 2 ചപ്പാത്തിയും അതേപോലെ തന്നെ കടലക്കറിയായിരുന്നു ഉണ്ടായത്. അപ്പം ഞാൻ വീട്ടിൽ എന്താണോ നോർമൽ ഉണ്ടാക്കുന്ന ആ സാധനങ്ങൾ മാത്രമാണ് ഈ ഒരു ഡയറ്റും കാര്യങ്ങളും ഉൾപ്പെടുത്താറ്. അപ്പോൾ
ചൊവ്വാഴ്ച രാവിലെ എന്ന് പറയുന്നത് ഇതുപോലെ അവൽ നനച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ശർക്കരയും റോബസ്റ്റ് പഴം അങ്ങനത്തെ ഒക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ചെടുത്തതാണ്. അതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അന്ന് ഉച്ചയ്ക്ക് എന്ന് വന്ന മുട്ട ഓംലേറ്റ് ഉണ്ടായിരുന്നു, അതേപോലെ കായ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ മുതിരയായിരുന്നു കേട്ടോ കറി ഉണ്ടായത്, പിന്നെ 2 ചപ്പാത്തി ഉണ്ടായിരുന്നു. ഇത്ര കഴിച്ചാൽ നമ്മൾ വയറ് നന്നായിട്ട് ഫില്ലാവും. പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ചപ്പാത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഒരു ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാൽ വയറ് നന്നായിട്ട് നിറയും കേട്ടോ. അപ്പോൾ രാത്രി ഇതേപോലെ മീൻകറി ആയിരുന്നു, അതേപോലെ ചപ്പാത്തി ആയിരുന്നു കേട്ടോ രാത്രി ഡിന്നർ എന്ന് പറയുന്നത്. പിന്നെ രാവിലെ ബുധനാഴ്ച രാവിലെ തന്നെ പുട്ടാണ്, റാഗി പുട്ടാണ്. ഇപ്പോൾ റാഗി നിങ്ങൾക്ക് പുട്ട ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ റാഗീൻ്റെ ദോശ ഉണ്ടാക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അതേപോലെ കടലക്കറി ആയിരുന്നു. അപ്പോൾ എൻ്റെ ഏകദേശം പ്രോട്ടീനും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അതേപോലെ ഞാൻ വിശന്നപ്പോൾ ഇതുപോലെ വാട്ടർ മെലൺ ഉണ്ടായിരുന്നു, അതെടുത്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ ഏകദേശം വയറ് നന്നായിട്ട് ഫില്ലായി കിടക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് അത് കഴിച്ച് കഴിഞ്ഞാൽ 2 ചപ്പാത്തി ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഇതേപോലെ മീൻ ഫ്രൈ ഉണ്ടായിരുന്നു, മീൻ വറ്റിച്ചതും അതേപോലെ തന്നെ 2 ചപ്പാത്തിയും കൂടെയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ നോർമലി എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന എന്താണ് ഫുഡ് അത് മാത്രമാണ് എൻ്റെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാതെ ഞാൻ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നൊന്നുമില്ല. അതിൽ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എപ്പോഴും ഫുഡൊക്കെ ഉണ്ടാക്കുക പറഞ്ഞാൽ. അതേപോലെ തന്നെ രാത്രി ഇതേപോലെ മീൻ മുളകിട്ടതായിരുന്നു, അതേപോലെ 2 ചപ്പാത്തി ആയിരുന്നു ഡെയിലി എടുക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഏകദേശം ഞാൻ എല്ലാ ഡയറ്റിലും ഈ ഒരു ചപ്പാത്തിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ചപ്പാത്തി കഴിക്കാൻ ബുദ്ധിമുട്ട് ആൾക്കാരാണെങ്കിൽ ചോറ് എടുക്കാം, വളരെ കുറച്ച് മാത്രം. അപ്പോൾ വ്യാഴാഴ്ച രാവിലെ എന്ന് പറഞ്ഞാൽ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതെങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഉച്ചയ്ക്ക് ഇതേപോലെ പനീറായിരുന്നു കേട്ടോ, പനീർ കറിയും അതേപോലെ 2 ചപ്പാത്തിയായിരുന്നു എടുത്തിട്ടുണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും മരുന്നൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം ഡയറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ വ്യാഴാഴ്ച എപ്പോഴും ഗ്രില്ല് നമ്മൾ വാങ്ങിക്കാറുണ്ട് കേട്ടോ. വെള്ളിയാഴ്ച ഓഫ് ഡേ ആയതുകൊണ്ട് ഏകദേശം എല്ലാ ദിവസവും ഗ്രില്ല് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു ചെറിയ പീസ് ഗ്രില്ലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വെജിറ്റബിൾസും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളിയാഴ്ച ലീവ് ആയതുകൊണ്ട് തന്നെ രാവിലെ അങ്ങനെ വലുതായിട്ടൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ ഒരു കുക്കുംബറാണ് കഴിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് ഹെവിയാണ് കേട്ടോ. ബിരിയാണി എല്ലാ ആഴ്ചയിലും ബിരിയാണി കഴിക്കാറുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു. അപ്പോൾ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ലൈറ്റായിട്ട് എന്തെങ്കിലും ഇതുപോലെ ആപ്പിളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കും കേട്ടോ. അങ്ങനെയാണ് വെള്ളിയാഴ്ചത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞത്. അപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് ഹെവിയാണ്. അപ്പോൾ തലേന്ന് രാത്രിയും കുറച്ച് ചിക്കനൊക്കെ കഴിച്ചത് കൊണ്ട് ഇതുപോലെ ലൈറ്റായിട്ടാണ് രാവിലെയും വൈകുന്നേരമൊക്കെ ആയിട്ട് കഴിക്കാറ്. പിന്നെ ശനിയാഴ്ച രാവിലെ എന്ന് പറയുന്നത് ഞാൻ ഇതുപോലെ വീണ്ടും അവലായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായത്. അപ്പോൾ എല്ലാവരും ചോദിക്കും വീട്ടിലുള്ളവർക്ക് ഇതൊക്കെയാണോ കൊടുക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അവർക്ക് എന്താണോ ഇതൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ട് അവർക്ക് അതും കൂടെ കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചപ്പാത്തിക്ക് ഉണ്ടാക്കുക അവർക്ക് ചോറും അവർക്ക് ദോശ ആകുമ്പോൾ എനിക്ക് ചപ്പാത്തി അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ ഗോതമ്പിൻ്റെ ദോശയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായത്, അതേപോലെ സാമ്പാറും ആയിരുന്നു ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ കൂടുതൽ കംഫർട്ടായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഡയറ്റിംഗ് ആണ് ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ അന്ന് രാത്രി എന്ന് പറഞ്ഞത് വീറ്റിൻ്റെ ബ്രെഡും അതേപോലെ മുട്ടയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ശനിയാഴ്ച ആ ഒരു ദിവസവും കഴിഞ്ഞു. അങ്ങനെ ഏകദേശം ഇങ്ങനെ തന്നെയാണ് എൻ്റെ ഡയറ്റിംഗ് രീതിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഞായറാഴ്ച രാവിലെ ഇതേപോലെ ഇതുപോലെ ഓട്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഈ ഒരു ഓവർനൈറ്റ് ഓട്സ് ആയിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് എന്ന് പറയുന്നത് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാങ്ങ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിക്കാലത്തെ ഫുഡ് പറഞ്ഞാൽ ഉച്ചയ്ക്ക് വേറെ ഞാൻ കഴിച്ചില്ല, എനിക്ക് ഒന്നും കഴിക്കാൻ തോന്നിയില്ല. പിന്നെ ഉച്ചയ്ക്ക് രാത്രി എന്ന് പറയുന്നത് ഈ ഒരു മുട്ടയായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ട്. ഇത് ഇത്രയൊന്നും കഴിക്കാറില്ല, ഒരു മുട്ട മാത്രമാണ് ഞാൻ കഴിക്കാറ്. അപ്പോൾ ഇത്ര മാത്രമാണ് എൻ്റെ ഡയറ്റിംഗ് രീതി. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഞാൻ എൻ്റെ വെയിറ്റ് ലോസിൻ്റെ സമയത്ത് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇത്രയും ഈ ഒരു ഫുഡ് കൺട്രോളാണ് ഞാൻ മെയിനായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇപ്പോൾ ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യം മീൻ കഴിക്കുന്നുണ്ടല്ലോ, മീൻ പൊരിച്ചത് കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് ചിക്കൻ കഴിക്കുന്നുണ്ട്, ഗ്രില്ല് കഴിക്കുന്നുണ്ട്, ബിരിയാണി കഴിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ആ ഒരു ഡയറ്റിംഗ് സമയത്ത് ഫോളോ ചെയ്ത കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി മാത്രം കുറച്ചുകൊണ്ട് കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞാൻ ഒരു സാധനങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ടില്ല. പിന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ട മെയിൻ ആയിട്ടുള്ള മസ്റ്റായിട്ട് ഒഴിവാക്കിയ 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞത് നമ്മുടെ ചായ ഞാൻ മുഴുവനായിട്ട് ഒഴിവാക്കി. ഇനിയിപ്പോൾ ചായ ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ എന്താണ് ഷുഗർ ഇടാതെ കുടിക്കുക. അപ്പോൾ ഷുഗർ ഇടാതെ കുടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ചായ എന്നുള്ളൊരു ഫീൽ കൂടി ഉണ്ടാവില്ല. അപ്പോൾ അതിനേക്കാളും നല്ലത് നിങ്ങൾ മൊത്തത്തിൽ ചായ ഒഴിവാക്കുന്നത് തന്നെയാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേക്കറി ഐറ്റംസ്, ഇപ്പോൾ എണ്ണ പലഹാരങ്ങളായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് ബേക്കറി ഐറ്റംസ് ആയിക്കോട്ടെ, അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഫുള്ളായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഒന്നും തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് പകരം ഈ ഒരു ഗ്രില്ല് കഴിച്ചിരുന്നു, ബിരിയാണി കഴിച്ചിരുന്നു. എപ്പോഴും ഞാൻ ഇങ്ങനെയായിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മസ്റ്റായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്, ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വെയിറ്റ് ലോസിൻ്റെ എക്സസൈസും കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടില്ല, ഏത് എക്സസൈസാണ് ചെയ്യുന്നത് കൺഫ്യൂഷൻ അടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ
രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എപ്പോഴും പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴാണ് എക്സസൈസ് ചെയ്യുന്ന ടൈം എന്നുള്ളത്. അപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ രാവിലെ ആണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ചെയ്യാം, അതല്ല വൈകുന്നേരമാണ് നിങ്ങൾക്ക് ടൈം കിട്ടുന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ചെയ്യാം, അതാണ് ഏറ്റവും നല്ലത്. അതുമല്ല പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ആൾക്കാർ മെസ്സേജ് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഞാൻ ഇതുപോലെ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്, അപ്പോൾ ചേച്ചി എന്നെ കൂടെ സപ്പോർട്ട് ചെയ്യണം, എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം. അപ്പോൾ അങ്ങനത്തെ മെസ്സേജും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഈ ഒരു കാര്യം ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഒരു വെയിറ്റ് കുറയ്ക്കണം എന്ന് എൻ്റെ മനസ്സിൽ പലപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ പലവരെയും മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും, പക്ഷെ എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ എനിക്കിങ്ങനെ അസുഖം കാര്യങ്ങൾ അല്ലെങ്കിൽ മെഡിസിനും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാരാണ്, എന്തെങ്കിലും ഒരു അസുഖത്തിന് PCOD ആയിക്കോട്ടെ, തൈറോയ്ഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷുഗർ, പ്രഷർ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ മെഡിസിനും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡയറ്റും എക്സസൈസും ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മസ്റ്റായിട്ട് ഒരു ഡോക്ടറെ കാണിച്ചിട്ട് അവരുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ ഭക്ഷണം നല്ല കൺട്രോൾഡ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങളെ മരുന്നും കൂടെ കഴിക്കുമ്പോൾ രണ്ടും കൂടി മിക്സ് ആയിട്ട് പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മസ്റ്റായിട്ട് ഒരു ഡോക്ടറെ കാണിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്ര മാത്രമേ എൻ്റെ ഒരു വീഡിയോ ഉള്ളൂ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ, ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്താൽ മാത്രമേ എൻ്റെ ഒരു കുഞ്ഞു ഫാമിലിയിൽ നിങ്ങൾക്ക് മെമ്പറായിട്ട് വരാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.